നമസ്കാരം. നമസ്കാരം. പാട്ട് ക്ലാസ്സിലെ പാട്ട് മാസ്റ്റർ അല്ലേ? ആ, ഇവിടത്തെ ഒഴിവിലേക്കാണ് ഒരു മാസ്റ്ററെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. പുതിയ മാസ്റ്റർ എന്ന് വരും? ഇവിടെ ചോദ്യം കേട്ടില്ലേ? വരും. നമസ്കാരം. മാഷേ, താൻ ഈ താപ്തിധ്വന്നത്തിൽ കയറി പിടിച്ചിട്ട് ഇഷ്ടം ആളായല്ലോ. നീ അതിനെ വിട്ടിട്ട് വേറെ വല്ലതും പിടിച്ചൂടെ? നടന്നോ നടന്നോ. എന്താ ആശാനെ കഥ? വധം നടന്നോട്ടെ. ഈ കുട്ടിയാണ് മിസ് എല്ലൻ. ഫ്രാൻസിൽ നിന്നും കഥകളി പഠിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അമ്മയും കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അമ്മ എല്ലനല്ല, നല്ല ഭൂഷണിച്ച ശരിയാ. ആശാനെ വധം നടന്നോട്ടെ. നടന്നോ. അതാമേ, നമോവാദം. നമസ്കാരം. ഇത് നമ്മുടെ ഹെലന്റെ അമ്മ മിസസ് മൊള്ളം. ഇത് പുതിയതായിട്ട് ഇവിടെ ഒന്ന് ചാർജ് എടുത്ത സെക്രട്ടറി മഹേശ്വരി അമ്മ. അർത്ഥദാനം ചെയ്യൂ. മദാമ്മ കോടീശ്വരിയാണ്. ദുരശനിക്ക് ഈ കഥകളിയോടുള്ള അകമഴിഞ്ഞ ആഗ്രഹം കൊണ്ട് ഇവിടെ ഒന്ന് പാർക്കാണ് കേട്ടോ. ഒരു വർഷം കഴിഞ്ഞാൽ മടങ്ങി പൊക്കോളും. സമയം കിട്ടിയെന്നിരിക്കട്ടെ. 2 കോലെടുക്കലായി, കമ്പിളി മൂല് തൊടുത്തലായി, തയ്ക്കലായി. അത് തയ്ച്ചോളൂ. ഇദ്ദേഹമാണ് പഞ്ചവടിയുടെ സ്ഥാപകൻ ചെയർമാൻ മിസ്റ്റർ ദാസ്. ഇത് പുതിയതായിട്ട് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത മിസ് മഹേശ്വരി. നോം പിന്നെ പറയണോ അങ്ങോട്ട്? ഇവിടുത്തെ ഡയറക്ടർ ബ്രഹ്മശ്രീ കൊണ്ടോട്ടി മുസുദാൻ. നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ ചേർന്ന് നൃത്തവും ഗാനവും ഒക്കെ പഠിക്കണമെന്നാണോ? ഇവക്കറിയാൻ മേലാത്ത ഒന്നും തന്നെ ഇല്ല ലോകത്ത്. പക്ഷേ പാട്ടിന്റെയും ഡാൻസിന്റെയും കാര്യത്തിൽ ഇവളുടെ കണ്ടീഷൻ അല്പം പോരാ. അധിക ഫലം വിദ്യയല്ലേ? രജനി, എനിക്ക് കഥകളി പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇതിനു മുൻപ് എവിടെയായിരുന്നു? സിനിമയിൽ അഭിനയിക്കുന്നു. സിനിമ നടി പിന്നെന്താ സിനിമ വേണ്ടെന്ന് വെക്കാൻ കാരണം? ഡാൻസ് നല്ലവണ്ണം പഠിച്ചാലേ സിനിമയിൽ ഒരു ഹീറോയിനിയുടെ കണ്ടീഷൻ കിട്ടാനും സാറേ. ഈ പഞ്ചവടിയിലെ ചട്ടങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറാണോ? അനുസരിക്കാം. വാച്ച്മാൻ, ഇവരെ കൂട്ടിക്കൊണ്ടു പോകും. വാച്ച്മാൻ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. പൊക്കോളൂ. കൂട്ടിക്കൊണ്ട് പോകണോ? അങ്ങനെ ഏത് ദരിദ്രഭാഷ ഈ എച്ചിലെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്? ആരോ മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. ശരി, കൈ കഴുകിയിട്ട് വരാം. അയ്യോ, എന്റെ ചോരെവിടെ?
ഇടോ, ഞങ്ങളുടെ സാധനങ്ങൾ എവിടെ? എടോ, എന്റെ സാധനങ്ങൾ എവിടെ? പിന്നെ അഹങ്കാരം കാണിച്ചാൽ എനക്കും അറിയാമോ? അറിയാമോ? ദരിദ്രവാസി, നാണമില്ലല്ലോ പെണ്ണുങ്ങളുടെ പലഹാരം മോഷ്ടിച്ച് തിന്നാൻ. അല്ല, നിങ്ങൾ ആണുങ്ങളോ പെണ്ണുങ്ങളോ? ആരെങ്കിലും ആകട്ടെ, തന്നെ പോലെയുള്ള കള്ളന്മാരെ പിടിച്ച് പോലീസിൽ. അയ്യോ, എന്നെ പോലീസ് മാത്രം പിടിച്ചു കൊടുക്കരുത്. ഞാൻ പാവമാണേ. അയ്യോ, ഞാൻ വയറ്റിപ്പിഴപ്പിന് വന്നവനാണേ. എനിക്ക് പാടി എല്ലാരും കൂടി ഇയാളെ പിടിച്ച് കയ്യും കാലും കെട്ടി സെക്രട്ടറി ഏൽപ്പിക്കാം. അങ്ങനെ ഇവൻ ആ വിപ്ലവ സംഘത്തിന്റെ നേതാവാണെന്നാണ് എന്റെ ബലമായ എടോ, സൗകര്യമായിട്ട് ഉള്ള സത്യം മുഴുവൻ അങ്ങോട്ട് പറഞ്ഞേക്കണം. തന്റെ എന്തൊക്കെ ആയുധങ്ങളുണ്ട്? എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. കണ്ടോ കണ്ടോ അവന്റെ ഒരു ധിക്കാരം. എടാ, കഠാര എത്രയുണ്ട്? ഇല്ല. എഴുതിയാട്ടങ്ങനെ ഇല്ല. കഠാര ഇല്ല. വടിവാൾ കൈബോംബ് ഇല്ല. എഴുതിയാട്ടങ്ങനെ ഇല്ല. ഇല്ല. പാരിക്കുന്തം ഇടിക്കട്ട ഇല്ല. എഴുതിയാട്ടങ്ങനെ ഇല്ല. ഇല്ല. ഭവനവേദനം ബലാത്സംഗം ഒന്നുമില്ല. എഴുതിയാട്ടങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. റിവോൾവർ എന്നാൽ ഇവനെ വിടരുത്. പൈക്കിടാത്തോണ്ട് മേശപ്പെട്ടു. ആളെ മനസ്സിലായില്ല. ക്ഷമിക്കണം. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. എന്റെ കർത്താവേ, എന്റെ പൊന്നങ്ങനെ എന്നോട് ക്ഷമിക്കണം. സാരമില്ല, എനിക്കിതൊക്കെ ഒരു പരീക്ഷണം മാത്രം. ഈ പ്രദേശത്ത് ഏതോ കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്ന് കേന്ദ്രത്തിൽ വിവരം കിട്ടിയിട്ടുണ്ട്. അത് സൗകര്യമായിട്ട് പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥനായിരിക്കും സാറ്, അല്ലേ? അതെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. ആ, എന്നാ മുഖ്യമായ ഒരു വിവരം ഇവിടെ ഉണ്ട് സാർ. എന്താണ്? ഈ പ്രദേശത്ത് കള്ളക്കടത്തുണ്ട്. ഞാൻ ഇവിടെ ഉള്ള കാര്യം പരമരഹസ്യമായിരിക്കും. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചോളാം. താങ്ക്സ്. ആവശ്യമുള്ളപ്പോ ഞാൻ വന്ന് കണ്ടുകൊള്ളാം. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ശരി. ആഹാ, ത്രിമൂർത്തികൾ മാതിരിയല്ലേ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. ഈ മഹാഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് പഞ്ചവടിയുടെ മഹാത്മ്യം. ഇരിക്കണം.